ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കമ്പി വാർക്കൽ ഡേ ആണ് ഗൈസ്. അപ്പോൾ സോനയുടെ നമ്മുടെ കമ്പി ഇത്രയും നാളായിട്ട് 2 വർഷമെന്ന് തോന്നുന്നു അവൾ കമ്പി ഇട്ടിട്ട്. അപ്പോൾ കമ്പി നമ്മൾ വാർക്കാൻ പോണെയാണ്, കമ്പി നമ്മൾ ഊരാൻ പോണെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് കമ്പി വാർക്കൽ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ പറയാം. അപ്പോൾ അതാണ്. അപ്പം നമുക്ക് 6 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് ഉള്ളത്. ഇപ്പം തന്നെ 5:30 ആയി. പിന്നെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ താരം വന്നിട്ടില്ല, അവളവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ വരും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വന്നോ, പേടിച്ചു പോയല്ലോ. ഇവളാണ് ഇന്നത്തെ താരം. ആ പല്ലൊന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് എത്ര നാളായി ഒന്ന് എക്സ്പീരിയൻസ് പറഞ്ഞേ? 2 years, 2 വർഷമായി ഞാൻ ഈ പല്ലിൽ കമ്പിട്ടിട്ട്. ഗൈസ് അങ്ങനെ ഇന്നെ വാർപ്പാട് ഗൈസ്. എനിക്കും കമ്പി ഇടണമെന്നുണ്ട്. എൻ്റെ ചെറുതായിട്ട് പല്ല് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു. നല്ല നല്ല അനുഭവങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എനിക്കും കമ്പി നാളുകൾ. അപ്പൊ എങ്ങനെ എക്സ്പീരിയൻസ് പറയൂ? എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എനിക്ക് ആക്ച്വലി വലിയ പല്ല് പൊന്തിയിട്ടുണ്ടായില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ടിലെ പല്ലിന് ഒരു ചെറിയൊരു വളവുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്കൊന്ന് പോയി കമ്പിയൊക്കെ ഇട്ടാലോ എന്ന്. അന്ന് തുടങ്ങിയ യുദ്ധമാണ്. ഐ തിങ്ക് എത്ര വർഷം? മെയിൽ അങ്ങാണ്ടാണ് ഞാൻ 2022. ഇപ്പോൾ 24 ആയി. ഈ മെയിലും കൂടെ ആയിക്കഴിഞ്ഞാൽ 2 years ആവും. അപ്പോൾ എനിക്ക് ആക്ച്വലി 1 yearൻ്റെ ഇട്ടാൽ മതിയായിരുന്നു. പിന്നെ കറക്റ്റിന് ടൈറ്റ് ചെയ്യാനൊക്കെ പോകണം. ഈ ആക്ച്വലി ഞാൻ പറയാം, ഈ ഫ്രണ്ടിൽ ഈ കാണുന്ന 2 പല്ലിന് ചെറിയൊരു വളവിന് വേണ്ടി പോയതാണ്, നേരെ ആക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തുകൊണ്ട് എൻ്റെ ബാക്കിലോട്ട് പല്ല് വലിച്ചു കൂടാ. അങ്ങനെ പറഞ്ഞു നല്ലതായിരിക്കും, സ്മൈലൊക്കെ നല്ലതാകും എന്നൊക്കെയാണ് പറഞ്ഞത്. കണ്ടറിയാം. ഇനി മാറ്റുമ്പോൾ നീ ഒന്ന് ചിരിക്കണം കേട്ടോ, എങ്ങനെയുണ്ടെന്ന് അറിയാൻ. അങ്ങനെ എല്ലാവരും പറഞ്ഞു പഴയനേക്കാൾ അലമ്പായിട്ടുണ്ടെന്നാണ്. പക്ഷെ അല്ല, ഇപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, ഇവിടെ മുഖം കമ്പി ഇടുന്നതിന് മുന്നേ ഭയങ്കരമായിട്ട് പല്ല് കുറച്ച് പൊന്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ചിരിക്കുമ്പോഴൊക്കെ ഇത് അറിയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്ന് നല്ലോണം മാറിയിട്ടുണ്ട്. അതായത് പല്ല് നല്ലോണം അടിയിലേക്ക് ഉള്ളിലേക്ക് വലിഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ കാര്യമുള്ളത്, മുഖം ഇവിടെ ഒന്ന് ചൊട്ടിയിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ചിരിക്കുമ്പോന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, ഇങ്ങനെ പല്ലിങ്ങനെ പൊന്തിക്കാണ്. ബട്ട് എനിക്കിപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. ഇങ്ങനെ തിരിഞ്ഞെന്നാലും ക്യാമറ വന്നാലും ഒക്കെ എടുത്തോളൂ. കമ്പി ഉണ്ടെങ്കിലും കുഴപ്പമില്ലാന്നൊക്കെ. എന്താ വെച്ചാൽ നല്ലോണം ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായില്ലേ? പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ബാക്കിലോട്ട് എടുത്തപ്പോൾ ഇവിടെ നിന്നും മേളിൽ നിന്ന് 2 പല്ല്, താഴത്തുനിന്ന് 2 പല്ല് എടുക്കും. ആ സമയത്തുള്ള വേദന എന്ന് പറയുന്നത് എക്സ്ട്രീം പെയിൻ ആയിരിക്കും. കാരണം നമ്മുടെ ഇവിടുത്തെ കമ്പിയുടെ ഇതും നമ്മുടെ അരയൊക്കെ കൊണ്ടിട്ട് നമുക്ക് വെള്ളം കുടിക്കുമ്പോഴും ആണെങ്കിൽ വെറും വെള്ളം കുടിച്ചപ്പോഴും നമുക്ക് വേദന ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ആലോചിച്ചിരുന്ന എങ്ങനെ ഞാൻ ഇത് കൊണ്ടുപോകും. ഞാൻ മിക്കവാറും അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ബട്ട് ചെയ്തില്ല ഗൈസ്, ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തില്ല. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 കൽപ്പിച്ചിട്ടാണ് ഞാനിത് തുടങ്ങിയത്. പിന്നെ ലൈഫിൽ ഇത് ഇട്ടതിന് ശേഷം ഞാൻ ഒരു ആപ്പിൾ പോലും നമ്മളിങ്ങനെ നേരെ കടിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ ടിപ്സ് അവരോട് പറയുകയാണ്. ബിക്കോസ് പല്ല് ശരിക്കും നമ്മുടെ കയ്യിലിരിക്കുന്ന പല്ല് ശരിക്കും നല്ല ആരോഗ്യമുള്ള പല്ലാണ്. കമ്പി ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ആരോഗ്യം പോവും, ഒന്നാമത്തെ കാര്യം. പിന്നെ ചിരി മാറ്റം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഞാനിതിപ്പം മാറ്റിയിട്ട് നമുക്കറിയാൻ പറ്റും എൻ്റെ ചിരിക്ക് മാറ്റം ഉണ്ടാവും. ഇല്ല, എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ ആദ്യം പല്ല് ഇങ്ങനെ പൊങ്ങിയിട്ടായിരുന്നു ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. സോറി. എന്നാലും പക്ഷെ ഇപ്പൊ നല്ല ഭംഗി വെച്ചു. ഇപ്പൊ നല്ലോണം കാണാനല്ല പല്ലിന് പല്ല്. പിന്നെ വേറെ കാര്യമുള്ളത്, ചിരിക്കുമ്പോ നല്ല സ്മൈല് നല്ലതായിട്ടുണ്ട്. പിന്നെ മുഖം ഒന്ന് ചൊട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അതല്ല, മീൻസ് ഞാൻ ഇവിടത്തെ ഭാഗം ഞാൻ പറഞ്ഞേ, ഇവിടെ ഒന്ന് നല്ലോണം ചൊട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ടായില്ലേ? പിന്നെ അത് വെച്ചാൽ നമുക്ക് 4 പല്ലെടുക്കും. ഓക്കെ, മേളിൽ നിന്ന് 2 പല്ല്, താഴത്തുനിന്ന് 2 പല്ലെടുക്കും. സ്പേസ് അടഞ്ഞു. ആ സ്പേസ് അടയുന്ന വരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. മാസങ്ങൾ പോയിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യണം. അതൊക്കെ ഒരു പ്രോസസ്സ്. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുള്ളവർ മാത്രം കമ്പിട്ടാൽ മതി. നല്ല ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഇവിടെ ഓരോ കമ്പി ഓരോ മാസം ഉണ്ടല്ലോ. അപ്പൊ നമ്മളിത് എന്താണ് കമ്പി റെഡിയാക്കാൻ പോവാ, ടൈറ്റ് ചെയ്യാൻ പോവാൻ നേരത്ത് ആ ദിവസം അവൾക്ക് ഫുഡേ കഴിക്കാൻ പറ്റൂല. പിന്നെ ഐസ്ക്രീം അല്ലെങ്കിൽ ഐസ് ഇതൊക്കെ വെച്ചാണ് അവള് നിൽക്കാറ്. പിന്നെ ചോരയൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഉള്ള കോൺഫിഡൻസ് പോയി. എനിക്ക് പല്ലെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂസ് വായനിങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണ്? എനിക്ക് ഇവിടെ പല്ലെടുത്ത എല്ലാവർക്കും അറിയാൻ പറ്റും ബ്ലഡ്. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ നിന്നെയും കൊണ്ട് പറ്റുന്ന പണിയല്ലാന്ന് വിചാരിച്ചു. ബട്ട് അറ്റ് ഫൈനൽ ഞാൻ ഇവിടം വരെ എത്തിച്ചു. ഇന്നെൻ്റെ വാർപ്പ് ഡേ ആണ്. ഇതൊക്കെ ഊരിക്കളയുവാണ്.
പിന്നെ അതുമല്ല ഞാനും ഇവിടെ കണ്ടിട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. പക്ഷെ ഇവിടെ ബ്ലഡ് ഒക്കെ വരണം കണ്ടപ്പോ എന്റെ ഉള്ളത് ഫേസ് ചെയ്യേണ്ടി വരും. കാരണം എനിക്കിപ്പോഴും ഇവിടുത്തെ പൊട്ടൽ മാറിയിട്ടില്ല. ആ പൊട്ടൽ മാറ്റാൻ വേണ്ടി അവിടെ കമ്പിയുടെ ഒരു ഡിസൈൻ ഉണ്ട്, ഇങ്ങനെ തുളഞ്ഞു നിൽക്കുന്ന ഡിസൈനാണ്. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഇതിന് വേദനയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, അത് ഒരഞ്ഞു വരഞ്ഞു പിന്നെ ശീലമായിക്കോളും, വേദന ശീലമായിക്കോളും. അപ്പോൾ എനിക്ക് സന്തോഷമായി. അവന് താങ്ക് യു സോ മച്ച് ഡോക്ടർ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കോമഡി ഉണ്ടായിട്ടുണ്ട്, അതേപോലെ നല്ല ട്രാജഡി ഉണ്ടായിട്ടുണ്ട് ഈ കമ്പി കൊണ്ട്. കമ്പി ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മൈലും റെഡിയാവും, പല്ലും എല്ലാം റെഡിയാവും കേട്ടോ. പിന്നെ ആദ്യമൊക്കെ നമ്മളെ വാസന്തിന്ന് വിളിക്കും, പക്ഷെ തളരരുത്. വാസന്തിന്നൊക്കെ വിളിക്കും ഗൈസ്. നമ്മൾ എന്ത് ചെയ്യണം, തളരരുത്, നമ്മൾ കൊണ്ട് തളരരുത്. ആ പല്ലൊന്ന് കാണിച്ചു കൊടുക്കൂ, എന്നിട്ട് നമുക്ക് അറിയാലോ. അത് ക്ലോസ് അപ്പ് ചെയ്ത് ഇത്ര കണ്ടാണ് ഗൈസ്. അപ്പൊ നമുക്ക് പോവാം. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി, ഞാൻ അവിടെ വെച്ചിട്ട് കാണാം. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. എനിക്ക് ഇതിനെപ്പറ്റി വലിയ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ് ഞാൻ അവളെ പിടിച്ചു നിർത്തിയത്, എന്തൊക്കെ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു തന്നത്. പിന്നെ ഇതിന് നമ്മൾ ഓരോ മാസവും നമുക്ക് ഒരു ചെറിയ എമൗണ്ട് ഒക്കെ കൊടുക്കണം. ഇതിനെത്ര എമൗണ്ട് ഒക്കെ ആയെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് പ്രൊസീജിയർ ചെയ്തിട്ട് വരാം കേട്ടോ, അല്ലെങ്കിൽ പണി പാളും, പിന്നെ ഡോക്ടർ ഉണ്ടാവില്ല. അപ്പം നമുക്ക് പ്രൊസീജിയർ ചെയ്ത് വന്നതിന് ശേഷം ഞാൻ എത്ര രൂപയാണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ൂരാൻ പോണേണോ? ഫോട്ടോ ആണോ അത്? ആണോ? അപ്പോൾ അവളുടെ ഓരോ ക്ലിപ്സായിട്ട് ഇങ്ങനെ ഊരിക്കൊണ്ടിരിക്കണേണ്ട്. ഈ പ്രൊസീജിയേഴ്സൊക്കെ പെട്ടെന്ന് തീരും, ഒരു 15-20 മിനിറ്റ് മാക്സിമം അതിനുള്ളിൽ ഇത് പെട്ടെന്ന് തീരും കേട്ടോ, അധികം നേരമൊന്നും എടുക്കില്ല. അപ്പോൾ അതേ താഴത്തെ ക്ലിപ്പും കൂടി അഴിക്കണേയാണ്. അഴിച്ചപ്പോൾ തന്നെ നല്ല, ഞാൻ ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് അവളുടെ പല്ലിങ്ങനെ മര്യാദയ്ക്ക് ഒന്ന് കാണുന്നത്. അല്ലെങ്കിൽ മൊത്തം ഇങ്ങനെ ഈ 1.5 വർഷമായല്ലോ ഇങ്ങനെ ഈ കമ്പിയിട്ട് ഇങ്ങനെ കണ്ട് ഇപ്പോൾ പല്ല് മാത്രമായിട്ട് കാണുമ്പോൾ ഓ കൊള്ളാലോ എന്നായിരുന്നു. പിന്നെ നല്ലോണം നിരപ്പായിട്ടുണ്ട് കേട്ടോ പല്ല്, നല്ല കറക്റ്റ് റോ ആയിട്ടുണ്ട്. അപ്പോൾ പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ ഈ ഡെൻ്റൽ ക്ലിനിക്ക് വന്നിട്ട് ടോൾ ജംഗ്ഷനിൽ തന്നെ വനിതാ വിനീത തിയേറ്റർ ഉണ്ടല്ലോ, ആ തിയേറ്ററിലേക്ക് പോണ വഴി ഉണ്ടല്ലോ, ആ വഴി കയറുമ്പോൾ തന്നെ സൈഡിൽ കാണുന്നതാണ് ഈ ഡെൻ്റൽ ക്ലിനിക്ക്. ഡെൻറ്റിക്യൂ എന്നാണ് കേട്ടോ ക്ലിനിക്കിൻ്റെ പേര്. എങ്ങനെയുണ്ട് സോന? സൂപ്പർ ഷെയറിങ്. അയ്യോ ഇത് ലൈറ്റ് കൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ സോനയുടെ കമ്പി വാർക്കൽ ചടങ്ങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതേക്ക് ബ്രേസസ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ അവിടെ ആഫ്റ്റർ പിക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ബിഫോർ പിക്ക് ഓൾറെഡി ഡോക്ടറിൻ്റെ കയ്യിലുണ്ട് കേട്ടോ, ബ്രേസസ് ഇടാൻ വന്ന ടൈമിലുണ്ടായ പിക്ക്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന് മറ്റേത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇത് ഈ താടി പ്രൊജക്റ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് അകത്തേക്ക് ആയപ്പോഴത്തേക്കും ഭയങ്കര നല്ല ഡിഫറൻസ് ഉണ്ട്. ചില കേസുകളിൽ ചിലരുടെ ബോർഡർ ലൈൻ കേസ് ആയിരിക്കും, ചിലരുടെ നല്ല റിസൾട്ട് കിട്ടുന്ന കേസായിരിക്കും. സോന വണ്ണമ്പി നല്ല റിസൾട്ട് കിട്ടിയ ഒരു കേസാണ്. ആരാ സോന? ഇത് മതിയല്ലേ നിനക്ക്? നേരത്തെ കമ്പി ഇങ്ങനെ കിടക്കണമെന്നിട്ട് ചെലപ്പുണ്ടായിരുന്നു. ഇപ്പൊ
ചെയ്യടാ 2 fucking years. Okay. പല്ല് എങ്ങനെയുണ്ട്? എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഗേൾസ്. ഓക്കെ, അങ്ങനെ സോനയുടെ വാർപ്പും കഴിഞ്ഞല്ല. ഓക്കെ, അപ്പൊ ഗൈസ് ഒന്ന് മുഖം ഒന്ന് കാണിച്ചു കൊടുക്കൂ. അല്ല മുഖമല്ല, പല്ലി ഒന്ന് കാണിച്ചു കൊടുക്കൂ ഗൈസ്. ഇതാണ് സോനയുടെ. നല്ല നല്ല മാറ്റമുണ്ട് കേട്ടോ, നല്ല മാറ്റമുണ്ട്. എൻ്റെ പല്ല് പോലെയായോ, പക്ഷെ എൻ്റെ കുറച്ച് പൊന്തിയ പോലെ. നല്ല കറക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ വര വര പോലെ ആയിട്ടുണ്ട്, നല്ല കറക്റ്റ് നിരപ്പ് പോലെ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഉള്ളിലേക്ക് പോയിട്ടില്ല. ഭയങ്കര ചിലരുടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചപ്പിയ പോകുന്ന പോലെ ഇരിക്കൂലേ, അങ്ങനെയൊന്നും ഇരിക്കുന്നില്ല. കറക്റ്റ് നല്ല ഭംഗിയുണ്ട്. പിന്നെ ചിരിക്കുമ്പോഴൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ പുകഴ്ത്തി പറഞ്ഞില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. പഴയ മുഖമൊക്കെ എനിക്ക് അറിയാവുന്നതാണല്ലോ, അതുകൊണ്ട് നല്ലൊരു ന്യൂ ഫേസ് ആയിട്ടുണ്ട് സോന. പഴയ മോന്തേനെ കുട്ടി അതവിടെ ഇരുന്നോട്ടെ, ബാക്കി പറ. അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊന്ന് പറഞ്ഞു. അതായത് 16,000 ആണ് എനിക്ക് ആദ്യത്തെ റേറ്റ് വന്നത്. അതായത് 3,000 ആണ് ബ്രേസസ് ഇടുന്നതിന് അല്ലേ, ആ താഴെയും മേളിലുമായിട്ട്. പിന്നെ 800 ക്ലീനിങ്ങിന് അല്ലേ. അപ്പൊ 3,800 എക്സ്ട്രാ വരും. അതായത് 16 നമുക്ക് ടോട്ടൽ വരുന്നത്. അതിൽ 3,800 എക്സ്ട്രാ വരും. പിന്നെ അത് സോനയുടെ ഇപ്പൊ എമൗണ്ട് തന്നെ ആയിരിക്കില്ല, വേറെ ആരെങ്കിലും. ഇപ്പൊ എനിക്ക് ഇടാണെങ്കിൽ എനിക്ക് ഈ സെയിം എമൗണ്ട് ആയിരിക്കില്ല, ഓരോരുത്തർക്ക്. എന്റെ പല്ല് എന്റെ അത്രയും പൊങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ അതിൻ്റെതായ രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. ക്ലിപ്സ് എടുക്കണമെങ്കിലും അവർ ആ ആംഗിൾ വെക്കുന്ന രീതിയാണെങ്കിലൊക്കെ അത് വ്യത്യാസമുണ്ട്. അപ്പൊ എനിക്ക് അത്രയും ആയിട്ടുള്ളൂ. മിക്കയിടത്തും പല റേറ്റ് ആണ് ആവുന്നത്. ചിലവർക്ക് വില കുറഞ്ഞും വരാം, ചിലർക്ക് വില കൂടിയും വരാം. ഞങ്ങൾ ഫ്യൂച്ചർ മാറി. ശരിക്കും പറഞ്ഞാൽ ഇത്രയാണ് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ എനിക്ക് അല്ലാണ്ട് എക്സ്ട്രാ വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ അത് തന്നെയല്ല പറയുന്നത്. പിന്നെ എനിക്ക് നല്ല പേഷ്യൻ്റ് ആയതുകൊണ്ടും ഞാൻ പലതവണ പല രീതിയിൽ ഞാൻ കമ്പി പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെയും നമ്മളൊരു കമ്പി ഒരു തവണ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യം തുടങ്ങി പിന്നെയും പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ പലതവണ ഞാൻ അങ്ങനെ ചെയ്തതുള്ളതുകൊണ്ട് കൊണ്ടും എക്സ്ട്രാ പേയ്മെന്റ്. ഞാൻ എക്സ്ട്രാ. അപ്പൊ കമ്പി പൊട്ടണേന് മുന്നേ അല്ല, അത് ശ്രദ്ധിക്കുക. പിന്നെ മാസം കമ്പി ടൈറ്റ് ചെയ്യാം അല്ലേ, കമ്പി ടൈറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടമായോ? എനിക്ക് ഫസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇതിങ്ങനെ കൊണ്ടുവന്ന് പല്ല് വെച്ചാൽ ആദ്യം എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പലപ്പോഴും ഞാനിങ്ങനെ എന്താണ് എനിക്കൊരു റിയാക്ഷൻ കിട്ടുന്നില്ല. പിന്നെയാണ് ഞാൻ എല്ലാം റിയാക്ഷൻ വീഡിയോ ഒന്നും കാണാൻ പറ്റില്ല. റിയാക്ഷൻ വീഡിയോസ് ഉണ്ട്, എനിക്ക് എന്നെ മനസ്സിലാവില്ല, എനിക്ക് മാറ്റം എന്താണെന്നൊന്നും മനസ്സിലാവില്ല. പക്ഷെ വേറെ എല്ലാവരും കാണില്ല. ആ വീഡിയോസ് കാണുമ്പോൾ എന്നെ എല്ലാവരും വീഡിയോ കോളിലാണ് കണ്ട, ഡയറക്റ്റായിട്ട് കണ്ടില്ല. ആദ്യം അമ്മയച്ഛനും മാത്രം കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഞാൻ വീഡിയോ കോളിൽ ഇങ്ങനെ കാണിച്ചപ്പോൾ എല്ലാവരും മാറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പഴയ അയ്യോ ആ സോന അല്ലേ വേറെ സോന വന്നേക്കുന്നൊക്കെ പറഞ്ഞു. ചുണ്ട് കുഞ്ഞായിപ്പോയി, ചുരുങ്ങിപ്പോയി കമ്പി. പിന്നെ എനിക്ക് കുറെ നാൾക്ക് ശേഷം പല്ലിലോട്ട് ഇങ്ങനെയൊക്കെ തള കാട്ടണം, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കും. പിന്നെ എനിക്ക് എപ്പോഴും ചിരിച്ചോണ്ട് ഇപ്പൊ എന്റെ മൈൻഡിൽ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. എനിക്ക് പല്ല് കമ്പിയാണ്. അപ്പൊ എത്ര ഞാൻ ഇന്നലെ ഒരു കിൻഡർ ജോയ് വാങ്ങിച്ചായിരുന്നു, അതിന്റെ പെട്ടി എടുത്തോണ്ട് വന്നേക്കാം. ആരും ഇവിടെ കിൻഡർ ജോയ് കഴിച്ചേന്നോർത്ത്. എവിടെ കിൻഡർ ജോയ്, എവിടെ കൊച്ചിന്റെ പെട്ടി മാത്രം. അപ്പൊ ഇത്രയേ ഉള്ളൂ. പിന്നെ വേറൊന്നുമില്ല. എന്തിനും പറയാനുണ്ടോ? കാണൊന്നുമില്ല. എൻ്റെ ഒരു ജേർണി തന്നെയായിരുന്നു 2 ഇയേഴ്സിൻ്റെ. ഒരേ വേദനയൊക്കെ സഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരു പല്ലിങ്ങനെ പേടിയാണ്. അതിൻ്റെ ശീലം ആയിപ്പോയി, ഇങ്ങനെ കടിക്കില്ല ഇപ്പം. ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഞാൻ ഇവിടെ ഇട്ടിട്ടാണ് കടിക്കുന്നത്. അപ്പം അതിനൊക്കെ ഉള്ളൊരു റിസൾട്ട് കിട്ടിയില്ലേ? അതെ ഹാപ്പി. അപ്പോൾ വേണമെന്നുള്ളവർ കമ്പി ഇടണമെന്ന് ആഗ്രഹമുള്ളവർ പോയി കമ്പി ഇട്ടോളൂ ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾ ബൈ. സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ബൈ. ലൂണ ഒരു ചാറ്റ് പറഞ്ഞു. ബൈ ലൂണ പിടു. ഒരു ബൈ ബൈ പറഞ്ഞ എല്ലാവർക്കും.
ദേ കിൻഡർ ജോയിയുടെ അതും എനിക്ക് തന്നില്ലല്ലോ എന്നൊക്കെ. മതി 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 ഇറങ്ങിപ്പോ